നമസ്കാരം. സാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രാഫ്റ്റ് വർക്കും അതുപോലത്തെ മറ്റ് വർക്കുകളും ചെയ്യുമ്പോൾ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഫെവിക്കോൾ പോലത്തെ പശ ഇതേപോലെ ചെയ്തിട്ട് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഇങ്ങനെ ഊതിയാണ് നമ്മൾ ഉണക്കാറ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാണ് ഉണക്കാറ്. ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു മുമ്പ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതുപോലെ പശ ഇങ്ങനെ വീർത്തും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഒന്നേ ഫാനിൻ്റെ മൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഊതി കൊടുക്കും പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് സമയം നമുക്ക് നഷ്ടമാണ്. പക്ഷേ അതിനൊക്കെയുള്ള സൊല്യൂഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. പശ ഇതിൻ്റെ പേര് ഫ്ലസ് ക്യൂക്കാണ്. ഫ്ലസ് ക്യൂക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സൂപ്പർ ഗ്ലൂ, പഴയ സൂപ്പർ ഗ്ലൂയുടെ ആ ഒരു രീതിയിലുള്ള ഒരു പശയാണ്. അപ്പോൾ ഇതെന്താ പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അതുപോലെ തന്നെ ചില പേപ്പറുകളിൽ കാർഡ്ബോർഡിലൊക്കെ നമ്മൾ വീത്തുമ്പോൾ പുക വരും. അപ്പോൾ കണ്ണിലൊക്കെ അടിക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ കണ്ണ് നീറുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഇതിനുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല ഒരു പശയാണിത്. ഇതിൻ്റെ വില വരുന്ന 60 രൂപയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതിന് ഉണ്ട്, അതനുസരിച്ചുള്ള ഗുണങ്ങൾ ഇതിനുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പശയാണ്. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷീറ്റിൻ്റെ പീസ് കണ്ടോ, ഇത് ഫോം ഷീറ്റാണ്. നമ്മൾ മിനിയേച്ചർ ബസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ലൈറ്റൊക്കെ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യും. ഇതാ ഞാൻ വീത്തുകയാണേ, ഒരു തുള്ളി മതി. ഇതാ നമ്മളിത് സെക്കൻഡുകൾ കൊണ്ട് ഒട്ടിപ്പിടിക്കും. സാധാരണ ഫെവിക്കോളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ഒട്ടൂല. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇപ്പോൾ തന്നെ ഇത് ഒട്ടി. ഇതാ നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകിയൊന്നും വരത്തില്ല. ഇതിപ്പം ചൂടാവുന്നുണ്ട് കേട്ടോ, നല്ല ചൂടാവും. അതിനുശേഷം മാത്രമേ ഇത് ഒട്ടിപ്പിടിക്കുള്ളൂ. ചിലതിൽ ഇതാ ഒട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കണ്ടോ, ആ ഒട്ടിപ്പിടിച്ച ഭാഗം ഇതിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതാണ് ഈ ഒരു പശയുടെ പ്രത്യേകത. അതേസമയം ഞാൻ ഫെവിക്കോൾ തേക്കുകയാണേ. ഫെവിക്കോൾ തേച്ചു, കണ്ടല്ലോ ഫെവിക്കോൾ. അപ്പോൾ ഫെവിക്കോൾ തേച്ച ഭാഗവും ഇത് നമുക്ക് നോക്കാം. ഇനി ഫെവിക്കോളിനെ കുറിച്ച് ഞാൻ താഴ്ത്തി പറയുന്നതല്ല. ഫെവിക്കോൾ ഉണങ്ങാൻ പാടാണെങ്കിൽ ഉണങ്ങി പിടിച്ചാൽ അത് അവിടെ തന്നെ ഇരുന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണമെങ്കിൽ ഫ്ലസ് ക്യൂക്ക് കൊണ്ട് പോയിന്റ് ചെയ്യുക. അതിനുശേഷം ഫെവിക്കോൾ ജസ്റ്റ് സൈഡ് വഴി തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അതുപോലെ ചെയ്യുന്ന കുറച്ച് വർക്കുകളാണ് ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം അതുപോലെ ചെയ്താണ്. ഇതെല്ലാം പോയിന്റ് ചെയ്യും. ഈ സൈഡൊക്കെ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് ഫ്ലസ് ക്യൂക്ക് ഉപയോഗിച്ച് പോയിന്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ തലവത്തിന് വെച്ചിട്ട് നമ്മൾ ഫെവിക്കോൾ ഇതേപോലത്തെ ബോട്ടിലാക്കി ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോഴേക്ക് ഇതെല്ലാം ഒട്ടിപ്പിടിക്കും. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞപ്പോഴേക്കും ഇത് ഒട്ടിപ്പിടിച്ചെന്നാണ് തോന്നുന്നത്. നോക്കാം, കണ്ടോ, ചെറിയൊരു പിടുത്തമുണ്ട്, പക്ഷേ ഇങ്ങനെ വലിച്ചാൽ ഇളകി വരും. കണ്ടോ, ഇതാണ് ഫെവിക്കോളിൻ്റെ പ്രത്യേകത. ഉണങ്ങി പിടിക്കാൻ പാടാണ്, പക്ഷേ ഉണങ്ങി പിടിച്ചാൽ പെട്ടെന്ന് ഇളകി പോകത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.